പുക ഇച്ചിരി കൂടുതലാണെന്നേ ഉള്ളൂ. ഇവന്റെ എഞ്ചിൻ നല്ല കണ്ടീഷനാ. പിന്നെ ഇവൻ ഇറ്റാലിയൻ അല്ലേ, വത്തിക്കാന്റെ സ്പെഷ്യൽ മേക്ക്. പണിയല്ലേ പൈലി? അച്ഛനല്ലേ പണിയാൻ പറഞ്ഞത്? വണ്ടിക്കിട്ട് പണിതാ മതി, കത്തനാരിക്കിട്ട് പണിയല്ലേ. നിനക്കെന്താടാ വത്തിക്കാനോടൊരു പുജ്ഞം? അപ്പൊ നീ നമ്മുടെ പാർട്ടി അല്ലേ? ഏത് പാർട്ടി? ബോംബെയിലൊക്കെ ഇപ്പോഴും ശിവസേനക്കാ മാർക്കറ്റ്. ഞാൻ മറ്റേ പാർട്ടിയാ. മറ്റേ പാർട്ടിയാ? ആ, നമ്മുടെ പാർട്ടി. നമ്മുടെ പാർട്ടിയാ? ആ, ഏത്? കേരള കോൺഗ്രസ്. ജോസൂട്ടിക്ക് ഫസ്റ്റ് പ്രൈസ് ഇന്നോ നാളെ എത്തുമായിരിക്കും. നോക്കട്ടെ നോക്കട്ടെ. ഓട് പെണ്ണേ. അയ്യോ, നീ കളിക്കേ? അച്ചോ, ജോസൂട്ടിക്ക് 25,000 പ്രൈസ്. ഇച്ചായന്റെ വിവരം വല്ലതുണ്ടോ? വരുമെന്ന് പറഞ്ഞിരുന്നു. എത്തിയോ? ആള് കണ്ടാൽ ഭീകരനാണെന്ന് തോന്നുമെങ്കിലും വെറും പാവമാ. നീ കുശുമ്പും കുന്നായ്മ എടുത്ത് ഇച്ചായന്റെ മനസ്സ് വിഷമിപ്പിക്കരുത്. ഒന്ന് പോകണേ. ആ, നിനക്കറിയാവല്ലോ, ഇച്ചായനേക്കാൾ എനിക്ക് ഈ ലോകത്ത് വലുതായിട്ട് ആരുമില്ല. നീ പോലും ഒന്നും അതിലില്ല. നീ പോലും ഒന്നും എന്നിട്ടില്ലെന്നേ ഉള്ളൂ. പക്ഷെ അവന്റെ മനസ്സിലിപ്പോ അത് തന്നെയാണെന്ന് എനിക്കറിഞ്ഞൂടെ? അതുകൊണ്ട് മര്യാദക്ക് ബഹുമാനിച്ച് നിന്നോണം, ഇല്ലെങ്കിൽ വിവരം അറിയും. ആ, പുള്ളിക്കാരൻ വലിയ ആഹാരപ്രിയനാണ്. ഒരുപാട് പട്ടിണി കിടന്നിട്ടുള്ളവനാ മോളെ എന്റെ ഇച്ചായൻ. ഇപ്പോഴും തരം കിട്ടിയ അത്താഴം മാറ്റിവെക്കും. എന്തിനാണെന്നോ? അതും കൂടെ ജോസൂട്ടിക്കിരിക്കട്ടെ. നേരത്തും കാലത്തും നീ വല്ലതും വെച്ചുവിളമ്പി കൊടുക്കണം. സമയം പോലെ പള്ളിയിൽ കൊണ്ടുപോയി അച്ഛനുമായിട്ടൊന്ന് മുട്ടിച്ചു കൊടുക്കണം. രണ്ടും നല്ല കമ്പനി ആയിരിക്കും. നീ ആ കത്തിങ് തന്നെ, ഞാനൊന്ന് നോക്കട്ടെ. ഇനി അങ്ങോട്ട് പിള്ളേരുടെ പ്രേമമാകൊച്ചോ നമുക്ക് വേണ്ട. ഇച്ചിച്ചി നീ കത്ത് കുട്ടി അവിടെ നിൽക്കൂ. അവിടെ നിൽക്കുന്നേ. അമ്പടി കലാസ്നേഹികളെ, പള്ളിക്കരയുടെ രോമാഞ്ചമായ ധിന്തിമത്തായിക്ക് ഇന്ന് വൈകിട്ട് 5 മണിക്ക് പീതാംബരന്റെ ഷാപ്പിൽ വെച്ച് നൽകുന്ന ഗംഭീര സ്വീകരണ മഹാമഹം വമ്പിച്ച വിജയമാക്കി തീർക്കുവാൻ നിങ്ങൾ ഓരോരുത്തരോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. സ്വീകരണത്തിന് ശേഷം കള്ള് സൽക്കാരം ഉണ്ടായിരിക്കുന്നതാണ് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ആരാച്ചോ ഈ പുതിയ അവതാരം? ദിംതിമത്തായി ബീഹാറിലെ ജയിലിലായിരുന്നു. ലോറി മോഷ്ടാവാ. പിന്നെ ഒരു മെച്ചുള്ളത് ലൈലാൻഡ് മാത്രമേ മോഷ്ടിക്കൂ. വലിയ തെറ്റില്ലാത്തൊരു തല്ലുള്ളിയാ. നമുക്ക് പണിയാവൂ. കള്ളനും തല്ലുള്ളിക്കൊക്കെ നാട്ടിൽ സ്വീകരണി. ഏതായാലും ടിക്കറ്റ് വേണ്ടാത്ത ഷോ അല്ലേ? പോയിക്കളെ. പള്ളിക്കരയുടെ രോമാഞ്ചമായ ദിംതിമത്തായി ഇതാ ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരികയാണ്. പിന്നിട്ട പാതയോരങ്ങളിലെല്ലാം 10,000ങ്ങളുടെ ആവേശോജ്വലമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഇതാ കടന്നു വരുന്നു. സഹൃദയരെ, കലാസ്നേഹികളെ, അനുഗ്രഹിക്കൂ, ആശീർവദിക്കൂ. ദയവ് ചെയ്ത് അലമ്പുണ്ടാക്കരുതേ. വർഷങ്ങളായി നിങ്ങൾക്ക് ആകാംക്ഷയോടെ കാത്തിരുന്ന സംപൂജ്യമായ ആ അസുലഭ മുഹൂർത്തം ഇതാ എത്തിക്കഴിഞ്ഞു. എല്ലാം റെഡിയല്ലേ? തസ്കരവീരൻ ദിംതിമത്തായിക്ക്, ദിംതിമത്തായിക്ക്, ലൈലാൻ ദിംതിമത്തായിക്ക്. മ്യൂസിക് മ്യൂസിക് സ്റ്റാർട്ട് ചെയ്തോ. 1 2 3 4. कहने को बहुत कुछ है, मगर किससे कहो हम? दीवा जो हम दोनों में है आज गिरा तो लोगों को पता तो हमको मोहब्बत है, हमको मोहब्बत. ഇവിടെ പറയാൻ കാര്യം എടാ, ഇത്ര ആൾക്കാർ വെക്കുമ്പോ എന്തെങ്കിലും ഒന്ന് പറയണ്ടേ? ശുക്രിയ. ഇതാരാണ് അച്ഛനെ? ഇതെന്റെ അസിസ്റ്റന്റ് പങ്കജാക്ഷൻ. അപ്പൊ ജയിലിൽ പോകുന്നതിന് മുമ്പ് വേറൊരാളുണ്ടായിരുന്നല്ലോ. അത് ഇവന്റെ അച്ഛൻ അരവിന്ദാക്ഷൻ. ഇനി ഇവനെ പോലെ വേറെ ഒരുത്തരുണ്ട്. അതെനിക്കറിയാം. ആരാ? ഫിക്സ് ആക്ഷൻ. വെടി 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 വെടി. വെടിക്കെട്ടത്ര പോരാ, എന്നാലും അവസാനം പൊട്ടിയ ഗർഭം കലക്കി ഉഗ്രൻ. ഈ മാലപ്പടക്കത്തിന് പകരം അത് തന്നെ കുറെ അങ്ങ് പൊട്ടിട്ട പോരായിരുന്നോടാ. അത് കതിനും ഗർഭം കലക്കൊന്നുമല്ല, വെടിത്തമിര പെരുമാളുടെ പാറമടയില. ഓഹോ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 92-93 കാലഘട്ടത്തിൽ അപ്പോ ഈ പാണ്ടിക്ക് ഒരു ലൈലാൻ ലോറി ഉണ്ടായിരുന്നുള്ളൂ, നാഷണൽ പെർമിറ്റ്. അന്നേ ഞാൻ അത് അടിച്ചു മാറ്റിയിരുന്നെങ്കിൽ ഇന്ന് ഈ വെടിത്തമിന് ഇവിടെ പൊട്ടില്ല. മതി മതി മതി, നിർത്ത് നിർത്ത് നിർത്ത്. പങ്കജാക്ഷ, നീ എല്ലാവരെയും അങ്ങ് സെറ്റിൽ ചെയ്ത് തരാം മോനെ. ഈ ധിംതിമത്തായിക്ക് ഒരു കോപ്പ കള്ളു തരാൻ ഇവിടെ ആരുമില്ലടാ. അങ്ങോട്ടിരിക്കാം. തെങ്ങോ പനയോ? പ്ലാവ്.
അവിടെ വെക്കണത് ദിന്തിച്ചായം കഴിച്ചതിന്റെ ബാക്കിയുണ്ടെങ്കിൽ കൊടുത്താൽ മതിയുടെ അപ്പുറത്തേക്ക്. ആ. അതായത് മാൻഡ്രക്ക് ആയാലും ശരി ഫാൻഡോ ആയാലും ശരി. ഓഹോ, അപ്പോ ഇതാണ് ഫാൻറ്റം. അടിവാരത്ത് വെച്ച കേട്ടിരുന്നു ഇരട്ട ചങ്കുള്ള ഫാൻറ്റം പൈലിയെ പറ്റി. അപ്പോഴേ തുടങ്ങിയ മോഹ ആ ചങ്കൊന്ന് പൊളിച്ച് കാണണമെന്ന്. കേട്ടതൊക്കെ സത്യാണോന്ന് അറിയണ്ടേ? അതിന് എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷെ താൻ പൈലിക്ക് പറ്റിയ തണ്ടി അല്ലല്ലോ മത്തായി. ജയിലിൽ നിന്ന് വരുന്ന വഴിയായതുകൊണ്ട് തൽക്കാലം തല്ലി തോപ്പിക്കാനുള്ള കപ്പാസിറ്റി ദിംതിക്കില്ല. പക്ഷേ ഞാൻ കുടിച്ചു തോപ്പിക്കും, കള്ളു കുടിച്ചു തോപ്പിക്കും. എന്തിനൊരു ക്വാളിഫയിങ് റൗണ്ട് ഇല്ലേ മത്തായി? എന്നോട് മത്സരിക്കുന്നതിന് മുമ്പ് താൻ ആ ദേവസി ഒന്ന് തോപ്പിക്കും. അയ്യേ, ഈ ചീള് കേസിലോടൊന്നും കൈകോർക്കാൻ ദിംതിയെ കിട്ടില്ല. അശനെ നീ ഇന്ന് മേടിക്കും. പൈലി, നേരിട്ടൊരു മത്സരം ഓപ്പൺ എയറിൽ. എന്താ, ദിന്തിയുടെ വരവൊന്ന് കൊഴുക്കട്ടെന്നേ. സമ്മതിച്ചു. ആ, ഒരു 3-3.5 ലിറ്റർ ഇപ്പോഴേ പൈലയുടെ വയറ്റിലുണ്ട്. ഓഹോ. അത് താനൊരു ബോണസ് ആയിട്ട് വെച്ചു. നമുക്ക് ഒന്നേന്ന് തുടങ്ങാം. എന്താ? ഏറ്റു. എടാ ദേവസി, എന്തോ? നീയാണ് റെഫറി. റെഫറി ഗോൾ അടിക്കരുത്. സമച്ചാ? ആ. ഉം. ഉം. ഓം പനയായ നമഃ, ഓം തെങ്ങായ നമഃ, ഓം ലൈലാൻ ലോറിയായ നമഃ. തുടങ്ങാം. പള്ളിക്കര പഞ്ചായത്തിനെ കൈപ്പിടിയിൽ ഒതുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പൈലി ആശാൻ അടിച്ചു കഴിഞ്ഞിരിക്കുന്നു. കോപ്പ നമ്പർ 5. കൈപ്പിടിയിൽ ഒതുക്കാൻ പള്ളിക്കര എന്ന കളിപ്പാട്ടമാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ദിപ്തി മത്തായി അടിക്കുന്നു. കോപ്പ നമ്പർ 5. എനിക്ക് ദാഹിക്കുന്നു, ദാഹം തീർക്കാൻ ഈ കള്ളു പോരെന്ന് പറഞ്ഞുകൊണ്ട് പള്ളിക്കരയുടെ പൊന്നോമനപുത്രൻ ദിപ്തി മത്തായി ഇതാ അടിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കോപ്പ നമ്പർ 5. ചത്താലും ശരി മത്താവൂലെന്ന മുദ്രാവാക്യവുമായി മണിമത്തൂരിലെ മാർക്കോസിന്റെ മകൻ മത്തായി അടിക്കുന്നു. കോപ്പ നമ്പർ 6. പ്രഖ്യാപിച്ചുകൊണ്ട് പൈലി ആശാൻ അടിക്കുന്നു. കോപ്പ നമ്പർ 7. പുല്ലാണ് പുല്ലാണ് പൈലി പുല്ലാണ് പുല്ലാണ് പൈലി പുല്ലാണ്. കർത്താവേ, മത്തായി ഇതാ വരുന്നേ. പണ്ടാറടങ്ങാൻ ഈ കത്തനാരി ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്ത ആരാണ്?
കർത്താവേ, ഇതെന്റെ കൊച്ചച്ഛനല്ലേ? എന്റെ ദൈവമേ, ഞാൻ രാവിലെ അവിടെ നിന്ന് പോരുമ്പോ ഒരു കുഴപ്പമില്ലായിരുന്ന മനുഷ്യനാ. അങ്ങേര് താണ്ട് ഉച്ച തിരിഞ്ഞപ്പോ മെത്രാനായിട്ട് നിൽക്കുന്നു. ഇതെല്ലാം മറിമായമാ എന്റെ കർത്താവേ. താണ്ട് ആ കൈ നീ കൊണ്ടുവന്നേ, ഞാൻ ആ മോതിരം ഒന്ന് മുത്തട്ടെ. പുതിയ മെത്രാന്മാരുടെ കൈ ആദ്യമായിട്ട് മുത്തുന്നവർക്ക് വിചാരിക്കുന്ന കാര്യം സാധിക്കുന്ന വിശ്വാസം. അല്ല, കൈ നീ കൊണ്ടുവന്നേ, മുത്തട്ടെ. എന്റെ തമ്പരാനെ, എന്റെ ജോസൂട്ടിനെ, അവന്റെ പെണ്ണിനെ നീ നോക്കിക്കൊള്ളേ. എന്റെ എന്താടാ? ഒന്നുമില്ല. ഒന്നും സംഭവിക്കില്ല പെരുമാളെ. ഈ സെബാസ്റ്റിൻ ഇവിടെ ഉള്ളിടത്തോളം കാലം ഒന്നും സംഭവിക്കില്ല. சும்மா பைத்திய மாதிரி பேசாத. லட்சங்களோட சரக்கான இது பாரு, காசு பெருமாளுக்கு இது மாதிரி. ஆனா அந்த லோடு மட்டும் இன்னொரு கைக்கு போச்சு, எல்லாம் തീർന്നു. ഒരു ചെക്ക് പോസ്റ്റ് വഴി ആ വണ്ടി ഇതുവരെ തിരിച്ചു പോയിട്ടില്ല. അതിന്റെ അർത്ഥം ലോഡ് ഈ ഏരിയയിൽ നിന്നും പോയിട്ടില്ല. പിന്നെങ്ക പോச்சு? செல்லப்பன் തിരിച്ചു പോകാൻ സാധ്യത ரொம்ப കമ്മി. പിന്നെ വന്നാൽ ഈ പള്ളിക്കരയ്ക്ക്. இந்த பள்ளிக்கரையில் ஒரே ஒரு அபகடகாரி மட்டும்தான் உண்டு, பைலி. ബോംബെ വാല ഫാൻറ്റം പൈലി. വിട്ടേരുടെ പൈലി, അത് പോലീസാ. ആരായാലും പൈലിയുടെ മെക്കിട്ട് കയറിയവൻ ഇനി ഒറ്റക്കണ്ണനായിട്ട് പോയാൽ മതി. ഗുഡ് മോർണിംഗ് സാർ. എന്താ? എനിക്ക് അച്ഛനെ ഒന്ന് കാണണം. അച്ഛോ, എന്താ? ഗുഡ് മോർണിംഗ് ഫാദർ. ഗുഡ് മോർണിംഗ്. ഈ ഫാൻറ്റം പൈലി സാറിനെ SIക്ക് ഒന്ന് കാണണമെന്ന്. ധൃതിയില്ല, പതുക്കെ മതി, ഞാൻ വെയിറ്റ് ചെയ്യാം. അതുകൊണ്ട് എനിക്കൊരു താമസവും 2 മിനിറ്റ്. അച്ഛോ, ടൂത്ത് പേസ്റ്റ് എവിടെ ഇരിക്കുന്നത്? പല്ല് തേക്കാൻ വരട്ടെ. അതെ, പൈലി ഇവിടെ ഇല്ല. അപ്പൊ ഇത് ഫാൻറ്റം പൈലി അല്ല, വേറെ ഏതോ ഒരുത്തൻ. ഇവിടെ വന്നേ. ഇന്നലെ രാത്രി തന്നെ പൈലി ബോംബെക്ക് പോയി. അച്ഛോ, മിണ്ടരുത്. എവിടെ പോയി? ബോംബെക്ക്. എന്നാ വിട്ടോ. അച്ഛൻ ഇത്ര പേടിച്ചു കൂടി ആയിപ്പോയില്ലേ? വേറെ ഒരു ലോക്കൽ SIയെ പിടിച്ച് ഞാൻ ഇവിടെ ഇങ്ങനെ പൊരുന്നിരിക്കാന്ന് വെച്ചാൽ നല്ല കാര്യമായിപ്പോയി. അവൻ ഇന്നലെ എന്നാ പോക്കിരുത്തരോ കാണിച്ചോന്നറിയോ? ഓർക്കുമ്പോ എന്റെ ചെറുവിരലെന്ന് ഇങ്ങനെ പെരുത്ത് കയറുക. അവന് സ്റ്റേഷനിൽ കയറി അടി കൊടുക്കാൻ. അതിനൊക്കെ നമുക്ക് വേറെ ചാൻസ് കിട്ടും മോനെ. എനിക്ക് ആ പാവം പിടിച്ച ASIയുടെ കാര്യം ഓർത്തിട്ടാ. പട്ടക്കാരന്റെ ചെലവ് കാശ, സ്വോത്രപ്പണം. അതിന്ന് കൈക്കൂലി മേടിച്ചവന്റെ ഗതി. അവന്റെ 7 തലമുറ കഞ്ഞി കിട്ടാതെ പോവല്ലോ തമ്പുരാനെ.
പോയി അല്ലേ? ഫാൻറ്റം പൈലി പോയി അല്ലേ? എവിടാ പൈലി? എനിക്കറിയില്ല സാറേ, ഇന്നലെ ഷാപ്പിൽ വെച്ച് കണ്ടതാ. കോറി അടച്ചു പൂട്ടുക, കോറി അടച്ചു പൂട്ടുക. അധികാരികളെ കേട്ടോളൂ, ഒന്നിച്ചൊന്നായി പറയുന്നു, ഒരേ സ്വരത്തിൽ പറയുന്നു, ചോര കൊടുത്തും ജീവൻ കൊടുത്തും കോറി ഞങ്ങൾ പൂട്ടിക്കും. കാഞ്ചിയാർ ഡാമിനെ രക്ഷിക്കുക, കോറി അടച്ചു പൂട്ടുക, കോറി അടച്ചു പൂട്ടുക. പെരുമാളിന്റെ ഗുണ്ടായിസം അവസാനിപ്പിക്കുക. പോലീസ്, പോലീസ്, പെരുമാളിന്റെ ഗുണ്ടായിസം അവസാനിപ്പിക്കുക. എസ് ഐ സെബാസ്റ്റ്യൻ നീതി പാലിക്കുക, എസ് ഐ സെബാസ്റ്റ്യൻ നീതി പാലിക്കുക. എടോ ഗാന്ധിപ്പിള്ളെ, കോടതി വിധിയുടെ പരസ്യമായ ലംഘനമാണിത്. അതായത് കോർട്ടലക്ഷ്യം. അതുകൊണ്ട് വെറുതെ ഒരു സീൻ ഉണ്ടാക്കാൻ ശ്രമിക്കണ്ട. ആ ലോറികൾ അങ്ങ് പൊക്കോട്ടെ. നടക്കില്ല സാറേ. പൈലി ഇതാ വേണ്ട. എന്റെ ചെറുക്കന്റെ കല്യാണത്തിനടുത്ത് നീ കത്തിക്കും അല്ലടാ? അതേടാ ഞാനാ കത്തിച്ചത്. ഇനി നിന്റെ ഉഴവാ. വാടാ. அவனுக்கு ஏதாவது ஒன்று ஆயிடுச்சுன்னா குவாரி கீரி எல்லாமே போயிடும். കൊല്ലും ഞാനിവനെ. ഫാൻറ്റം പൈലി. നീ എവിടം വരെ പോയാലും നിനക്കുള്ള പണി പൈലി തന്നിരിക്കും. നല്ല ഒന്നാം തരം പുലിപ്പാലി തന്നെ. നിനക്ക് ഞാൻ പണി തരും സെബാസ്റ്റ്യ, നീ നോക്കിക്കും. சமரக்காருக்கு இத்தனை நாளே ஒரு ஸ்ட்ராங்கான லீடர் எல்லாம் வந்தது. நீ அவன் லீடர் ஆகும் போது இருக்கே. பத்ரா வண்டி ஏறா. ஓ കാട്ടുമുല്ലയുടെ മണമുള്ള പെരുമാളിന്റെ മാത്രമായിരുന്ന മാടത്തത്ത. ഇഷ്ടമുണ്ടായിട്ട് തന്നതല്ല നിന്നെ എനിക്ക്. ഗതികേട്, കാശുകാരന്റെ ഗതികേട്. എളുപ്പ വഴിയിൽ ക്രിയ ചെയ്യുന്ന പെരുമാളിന് നിവൃത്തിയില്ലാതെ ചെയ്യേണ്ടി വന്ന പണി കൂട്ടിക്കൊടുപ്പ്. ദേ കേട്ടില്ലേ, അവന്റെ നായ്ക്കൾക്ക് പോലും ഇന്ന് ഉറങ്ങാൻ കഴിയില്ല.
ഇറങ്ങടാ, ഇറങ്ങടാ താഴെ. बॉम्बे वाला सुपरमैन फैंटम. എന്റെ നേരെ കൈ ഉയർത്തിയ ഒരുത്തനെ ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പുള്ളൂ. ഇവൻ മാത്രം. ഇതിനു മുമ്പ് 4 പേർ കൈ ഉയർത്തി. 4 പേർ പോയി. 4ഉം പോയി. ഇവനും പോവും. അടുത്ത തവണ ഇങ്ങനെ മാനത്ത് കത്തുന്ന തീവട്ടിയായിരിക്കില്ല, ഇവൻ കത്തും. ഈ ഫാൻറ്റം പൈലി കത്തും. ആരാണ് എറിഞ്ഞത്? ഏത് പുല്ലാണ് എറിഞ്ഞത്? ആശാനെ പൈലി ആശാനെ, ഞാനാ ദിന്തി, ആശാന്റെ ദോസ്ത്. എഴുന്നേക്ക്, തൊട്ടു പോരുത്, മാറിക്ക. നാണം കെട്ട ഹിജടകളെ, ഇത് ഞാൻ നോക്കിക്കോളാം. എടാ, നീ ഷാപ്പിൽ നിന്ന് 1 രൂപ ഇളവനിങ്ങ് വേടത്തെ. ശരി ആശാനെ. എഴുന്നേക്ക്.